നീ എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു തീരുമാനം വേണ്ടേ? നീ എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു തീരുമാനം വേണ്ടേ? ചെറുക്കൻ ഡോക്ടർ, പട്ടക്കാരും തിരുമേനിമാരും ഒക്കെ ഉള്ള വലിയ കുടുംബം. അത് കാണാനും സുന്ദരൻ, ഞാൻ കണ്ടതല്ലേ. പിന്നെ ഈ ബിഷപ്പുമാരെങ്ങാനും പേടിച്ചിട്ടാണോ? അല്ല, ഇപ്പോഴത്തെ കാലാണൊന്നും പറയാൻ പറ്റില്ല. 10-15 ആലോചനകളായി മുടങ്ങുന്നു. അല്ല, ഇവിടെ മുടക്കുന്നു. എന്തെങ്കിലും ഒരു കാരണം വേണ്ട ഇഷ്ടമാവാതിരിക്കാൻ? പറയ്, എന്നതാ കാരണം? എന്തിനിത്ര ആലോചിക്കേ? അവൾക്ക് ആരോടെങ്കിലും പ്രേമം കാണും, അതങ്ങോട്ട് പറഞ്ഞാ പോരെ. വെറുതെ സമയം കളയാന്നുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ ആലോചന വന്നാലും ആ കുട്ടി സമ്മതിക്കുന്നൊന്നല്ല. അതെന്താ? ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു ഗന്ധർവം കുടിയേറിയൊക്കെയല്ലേ. ഗന്ധർവന? അതാരാ? ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. ഇപ്പൊ എന്നെ സൂക്ഷിച്ചു നോക്കൂ. 10-100 ആലോചനകളിൽ എനിക്ക് വന്ന ഒക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഒരേ ചോദ്യം, ഒരേ ഉത്തരം. എന്റെ അപ്പച്ചൻ ഈ പച്ചനോട് ചോദിച്ചു, ഹൂ റീസൺ വൈ? ഉത്തരമില്ലായിരുന്നു. വീടിനല്ല, എനിക്ക്. പണവും ഉദ്യോഗവും പ്രതാപവും ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു കുടുംബവുമായി, ഒരു പുരുഷനുമായി പെട്ടെന്ന് ജീവിതം പങ്കിടേണ്ടി വരുമ്പോണ്ടാവുന്ന ഒരു അസ്വസ്ഥത, അട്രോസിസ് ഡിപ്രഷൻ. ചെറുക്കനും പെണ്ണും പരസ്പരം അറിയണം. വിവാഹത്തിന് മുമ്പ് അവർ ഒരുമിച്ച് കഴിയണം. അപ്പം കുട്ടികളുണ്ടാവില്ലടോ? അയ്യയ്യ, ഒരുപക്ഷെ എന്നെ പോലെ ചിരപരിചിതനായ ഒരാളെ റോസിക്ക് പ്രശ്നം ഉണ്ടാവില്ല. റോസിയെ പോലെ ചിരപരിചിതയാളെ എനിക്കും പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് പ്രഗ്നൻസി, ട്രൂ ഓർ ഫോൾസ്? ചാക്കോച്ചി പറഞ്ഞു വരുന്നേ അത് തന്നെ. ഏത് തന്നെയാന്നു? ഇതൊരു രോഗമാണ്. രോഗം. ഈ രോഗത്തിന്റെ പേരെന്ന് പറഞ്ഞാ കൊള്ളാം. ബിഷപ്പ്. അത് എന്തിനാ അറിയണേ? പാപ്പാനെ പണി ആനെ നോക്കലല്ലേ, അത് ചെയ്യി പോയിട്ട്. നിനക്കാരുടെ ഈശോന്ന് വരട്ടത്? യൂദാസ്. അല്ലെങ്കിൽ ഈ പാപ്പമാർക്ക് ഒരു ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്താൽ മതി, വീട്ടിൽ കയറി അങ്ങോട്ട് നേരങ്ങിക്കോളൂ. പിന്നല്ല ശാപങ്ങൾ. ഞാൻ സാറിന് ഉദ്ദേശിച്ച. നീ ഒന്ന് റെഡിയോ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല, ഞാൻ കുറച്ച് പോവാല്ലേ. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ഹായ്, ആനന്ദപുരം മുട്ട. സാറേ, ഇത് ആനന്ദപുരം എസ് ഐ മിസ്റ്റർ ബാലേന്ദ്രൻ. ഞാൻ എസ്തപ്പാൻ. അറിയാം സർ. ഇത് പവിത്രൻ. ഹലോ. വേണ്ട സാറെന്താ ഒരുമാതിരി കള്ളന്മാരെ നോക്കണ വരി? ഞാൻ പോലീസിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. കമോൺ, കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. മറിച്ച് മാറാലെയാണല്ലോ. ഈ ജനാല വഴിയാണ് കള്ളനകത്ത് കയറിയത്. ഈ കമ്പി വളച്ചതും ആ കള്ളൻ തന്നെയാണ്. ഏത് കള്ളൻ? ഈ കള്ളൻ വെള്ളി വീണുപോയി. ഫോളോ മീ. ഇവിടെയാണ് കള്ളം പതുങ്ങിയിരുന്ന സ്ഥലം. ഇത് പിടിച്ചേ. രാത്രിയായപ്പോ കള്ളൻ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പുറത്തിറങ്ങി. വിലപിടിപ്പോളൊന്നും പാവം കണ്ടില്ല. പിന്നെ പിച്ചള, ഓട്, വെള്ളി അങ്ങനെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമാണ് പുള്ളിക്ക് കിട്ടിയത്. പെട്ടെന്നാണ് കള്ളൻ ആ ശബ്ദം കേട്ടത്. ഒരു മരണക്കര. വീണ്ടും പതുങ്ങി. സൈലൻസ്. മഴ. നല്ല ഹെവി മിന്നൽ. മെല്ലെ കള്ളം പുറത്തിറങ്ങി ചുറ്റും ഇങ്ങനെ പരതി. അപ്പോ ബോഡി വലിച്ചുകൊണ്ടുന്ന ആ വില്ലനെ കള്ളം കണ്ടു. ആ മുഖം ഓർമ്മയിലുണ്ട്? ഓർമ്മയുണ്ട് സാർ ആ മുഖം. അളക്കട്ടെ. ആ ഫിംഗർ പ്രിന്റ് എന്തായി? ടെലിഫോൺ ബിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്കെൽട്ടൻ എങ്ങനെയാണോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? CBI സേതുരാമയ്യർ പലതും ചോദിക്കും. ഓ, അപ്പൊ കുറ്റവാളിയെ പവിത്രം കണ്ടുപിടിക്കും അല്ലേ? അതെന്റെ പണിയല്ലോ, പോലീസിന്റെ അല്ലേ. ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. എങ്ങനെ? അല്ല, നീ എങ്ങനെ സഹായിക്കും? സാറിനെ വീട്ടിൽ പൂട്ടിയിട്ട് ഞാൻ അങ്ങനെ കുറ്റവാളിയെ കണ്ടുപിടിക്കും. എന്നെ സ്വതന്ത്രനാക്കും. എന്നെ ചിറക് വിരിക്കാൻ അനുവദിക്കൂ. ബേട്ടി പചാവോ ബേട്ടി പഠാവോ ഞാൻ കണ്ടുപിടിക്കും. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. അല്ല, ഇനി കുറച്ച് ദിവസമുള്ളൂ. തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ ടൈമായി. അതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്കിപ്പോ ഒന്ന് കറങ്ങിയിട്ട് വരാം.
സാറേ അവന്റെ കൺമുമ്പിലുണ്ടായിരുന്നു രക്ഷപ്പെട്ടു. കള്ളം പറയുന്നു. ഞാൻ പറയണേ, ഞാൻ കണ്ടാ സാർ.